ഹലോ, സൈസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറേ ദിവസം മുന്നേ എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഒരു മാസമൊക്കെ ആവാനായിട്ടുണ്ടാവും. ഫെബ്രുവരിയിൽ എടുത്തതാണ്. ഞാനിങ്ങനെ അംഗനവാടിക്ക് പോകുന്ന ടൈമിൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു സൺഡേ എടുത്തതാണ്. അന്ന് പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് ഞാനങ്ങനെ പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ ശ്രീലുമോൾ എന്നോട് തെറ്റി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ മുന്നിലിരുന്നില്ല. പിന്നെ അതിനെന്നോട് തെറ്റി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളടുത്തുള്ള അമ്പലം തന്നെയാണ്, ചെമ്മന്തട്ട് അമ്പലമാണ്. ഞാൻ ഈ അമ്പലത്തിൻ്റെ വീഡിയോസൊക്കെ പിന്നെ വേറെ കുറേ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടവർക്ക് അറിയുന്നുണ്ടാകും. അപ്പോൾ മിക്കവാറും ഞങ്ങൾ ഇവിടേക്കോ അല്ലെങ്കിൽ പിന്നെ വേറൊരു അമ്പലമുണ്ട്, വില്ലൂത്ത് അമ്പലമുണ്ട് പൂക്കോട്ടുമ്പടുത്ത്, അങ്ങോട്ടോ ഏട്ടൻ്റെ നാട്ടിലൊരു അമ്പലമുണ്ട് ഉപ്പട, അവിടേക്കോ ആണ് കേട്ടോ പോവാറ്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ തൊഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് തന്നെ ഉപ്പുമാവൊക്കെ കഴിച്ച് പോരുകയാണ് കേട്ടോ. ഇവിടുന്ന് എന്താ അറിയില്ല, കഴിക്കുമ്പോൾ കണ്ണനൊക്കെ നല്ലോണം കഴിക്കും കേട്ടോ. അല്ലെങ്കിൽ അവന് ഉപ്പുമാവൊന്നും കഴിക്കുന്നല്ല. ഇവിടുന്ന് അവന് എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. ഒരു പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രസമില്ലായിട്ടാവും ചിലപ്പോൾ. എന്തോ അവിടുത്തെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. വെറുതെ നമ്മൾ വേറെ കറിയോ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വേണ്ട, പഴം ഒന്നും വേണ്ട, വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമാണ്. പിന്നെ അതാ ഞങ്ങൾ കൈ കഴുകി വന്നിട്ടില്ല കേട്ടോ. കണ്ണനും ഏട്ടനും കൂടെ വന്നതാണ്. അപ്പോൾ കടല പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് അവർ കാറിൽ കയറിയിരുന്നതാണ്. ഈ വീഡിയോ കണ്ണനെടുത്ത വീഡിയോ ആണ് കേട്ടോ. അതാണ് ഇങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ പുഴയ്ക്ക് പോകണം കരുതിയിരുന്നു. പക്ഷേ ഇന്ന് പുഴയ്ക്ക് പോയിട്ടില്ല കേട്ടോ. ഏട്ടനെ അങ്ങോട്ടോ പോവാണ്ട് പറഞ്ഞിട്ട് പോയിട്ടില്ല. പിന്നെ അതാ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ രാവിലെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. രാവിലെ അമ്പലത്തിൽ പോവല്ലേ, അപ്പോൾ പിന്നെ അവിടുന്ന് ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഓരോന്ന് ഉണ്ടാക്കണം. പിന്നെ എന്തായാലും ഏട്ടന് കുറച്ച് ചിക്കനൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. സൺഡേ അല്ലേ, എന്തായാലും ചിക്കൻ ഉണ്ടാവും. അപ്പോൾ അതാ ചിക്കന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് വാട്ടി കൊടുക്കുകയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കണില്ല. കുറേ തവണ ഞാൻ ചിക്കൻ്റെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണില്ല കേട്ടോ. ഇപ്പോൾ മിക്കവാറും സൺഡേസിൽ നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ കുക്കറിലാണ് കേട്ടോ ഞാൻ വെക്കാറ്. പെട്ടെന്നാവും. അപ്പോൾ ഇപ്പം അത് ഒരു ട്രിക്കായി കിട്ടിയപ്പോൾ ഇപ്പോൾ ഫുള്ള് അതിലാണ് കേട്ടോ ചെയ്യാറ്. ഇപ്പോൾ ഇതാ ശ്രീലുമോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും തന്നെ അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ. അമ്മ പക്ഷേ ഞങ്ങളെ കൂടെ അല്ല, ഇവിടെ വില്ലൂത്താണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മേൻ്റെ നാളായിരുന്നു അന്ന്. അപ്പം അന്ന് എന്തോ പായസമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു. ഇത് വില്ലൂത്തത്തെ പായസമാണ്. നല്ല ടേസ്റ്റ് ആട്ടോ. പാൽപ്പായസം നമ്മൾ കല്യാണത്തിനൊക്കെ വെക്കണ പോലത്തെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പ്രസാദമൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ മേശേമെന്ന്. അപ്പോൾ മേലെന്ന് അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ട്. രഞ്ജു ഇവിടെ അല്ല കേട്ടോ, ഓളെ വീട്ടിൽ പോയതാണ്, വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ്. ഏട്ടൻ തന്നെ പോയിട്ടുണ്ട്, വന്നിട്ടില്ല കേട്ടോ. ഏട്ടനെ അളവെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്, എത്തിയിട്ടില്ല. പിന്നെ ഇത് ഞാൻ ഒരു ഈവനിങ് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് ചായ അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തോ ചായ കുടിക്കാൻ അങ്ങനെ ഒരു ആഗ്രഹം, അതും പാൽ ചായ. അപ്പോൾ പാൽ ചായ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശ്രീലുമോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ ഒരു പെരിച്ചാഴി മാന്തിയിരുന്നു കേട്ടോ. ഇതാ കണ്ടോ, അത് പെരിച്ചാഴി മാന്തിയത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുമോ, അതെങ്ങോട്ടാണ് പോയത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതിനെ പിടിക്കണ്ടേന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്താണ് ഇത് എടുക്കുന്നത്. ഇന്ന് രഞ്ജുവിൻ്റെയും ഉണ്ണിയേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിൻ്റെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല. ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. മന്തിയും ചിക്കനൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. ഇവരെ ഡാൻസും കൂടെ, ഒരു പാട്ടും വെച്ചുകൊടുത്ത് ഡാൻസോടെ ഡാൻസ് ആയിരുന്നു. കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. കുറച്ച് സമയം അങ്ങനെ പോയി. അപ്പം എന്തായാലും എൻ്റെ ഈ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കണം കേട്ടോ. പുതിയതായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എന്തഭിപ്രായം ഉണ്ടെങ്കിലും കമൻ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്